ഗായ്സ്, ഇന്ന് ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ. ആരെയെന്നല്ലേ, വേറെ ആരുമല്ല, ആമസോൺ ഡെലിവറിയാ. സോ ഞാൻ കുറേ നാളായിട്ട് കേളർ മേടിക്കണം എന്ന് ചോദിച്ചിരിക്കുക. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം. എൻ്റെ എന്താ പണ്ട് ഇച്ചിരി കേളായിരുന്ന കൂടി സ്ട്രെയിറ്റ് ആക്കി ഇപ്പം എനിക്ക് വീണ്ടും കേളാക്കണം. സോ എനിക്ക് പെർമനൻറ്റ് കേൾ ഇഷ്ടമല്ല, ജസ്റ്റ് വല്ല ഫങ്ഷന് പോകുമ്പോൾ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത് അങ്ങനെ നൈസായിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. സോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു കേളർ മേടിച്ചായിരുന്നു. അത് ഓട്ടോമാറ്റിക്കല്ല, നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യണം. പക്ഷേ എന്താ അതെനിക്ക് അത്ര വർക്കായില്ല. എനിക്ക് വർക്കായില്ല മീൻസ് എനിക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയായിട്ടായിരിക്കാം. സോ ഞാൻ ഇന്നാൾ ആമസോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് വൺ കണ്ടു. ബ്രാൻഡ് ആമസോൺ ചോയ്സിൻ്റെ ഒരു ഓപ്ഷനായിട്ട് കിടന്നിരുന്നത്. സോ ഞാനത് അപ്പം തന്നെ ഓർഡർ ചെയ്തു. ഇന്ന് അതിപ്പോൾ വരും. സോ ഞാൻ അത് വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക. സോ എന്നെപ്പോലെ തന്നെയാണോ നിങ്ങളും? ലൈക്ക് ഓൺലൈൻ ഷോപ്പ് ചെയ്യാനാണോ ഇഷ്ടം? എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഓൺലൈൻ തന്നെയാണ് ഷോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും കോസ്മെറ്റിക്സ് മാത്രം ഞാനങ്ങനെ ലൈക്ക് ഓൺലൈൻ ചെയ്യാറില്ല, ഡയറക്റ്റ് ഷോപ്പ് ചെയ്താൽ എടുക്കാറുള്ളൂ. ബാക്കി എല്ലാതും ഓൺലൈൻ തന്നെയാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇപ്പം അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എന്താ, ഇപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സും ഇഷ്ടമാകത്തില്ല. നാട്ടിലായിരുന്നപ്പോൾ ഫ്ലിപ്കാർട്ട് പിന്നെ മിന്ത്ര അതൊക്കെയായിരുന്നു എൻ്റെ മുഖ്യ എന്താ ഷോപ്പിംഗ് സൈറ്റുകൾ. ഇവിടെ ഇപ്പോൾ ടിമു, ഷീനാണ് ഞാൻ കൂടുതലും ഡ്രസ്സ് എടുക്കാറ്. സോ അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. സോ ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ കളർ യൂസ് ചെയ്യുക. അതെങ്ങനെയാണ്, പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല. സോ അത് ഞാൻ എന്തായാലും വേറൊരു റിവ്യൂ ഇടാം. ഞാൻ എന്തായാലും ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മേടിക്കാം. പക്ഷേ എനിക്ക് അതെങ്ങനെയാവും എനിക്ക് അറിയത്തില്ല. ഞാൻ ലോങ് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിവ്യൂ സ്റ്റോറി ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് മേടിക്കാം. ഓക്കെ, സോ ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. എനിക്ക് ടൈം പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഈ ഒരു കുറച്ച് ടൈമിനുള്ളിൽ എത്തുന്നതാണ്. ലെറ്റ്സ് വെയിറ്റ്. ഡെലിവറി ഒരു ചേട്ടൻ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും, നോക്കാം. കുറേ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ. സോ എനിക്ക് തോന്നുന്നു കുറേ പാർസൽസ് ഉണ്ട്. എന്നെ പോലെ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്തിരിക്കുക. യെസ്, അവർ വന്നു. നമുക്ക് പോയി നോക്കിയാലോ? ദേ ഇരിക്കുന്നു നമ്മുടെ പാർസൽ. ആമസോൺ പാർസൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, ഇതാണ് എൻ്റെ കളർ. ഞാൻ എക്സൈറ്റഡ് ആണ് ഇതിന്. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ വേറൊരു സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാസ്ലിൻ. ഇത് ഞാൻ ഒരു 2 ഇയേഴ്സോളായി ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ കുറേ റിവ്യൂ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഡ്രൈ ആണോ സ്കിന്നുള്ളത്. ബട്ട് എനിക്കിത് നല്ലതാണ്. സോ വേണ്ടവർക്ക് വാങ്ങാം. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് 2 times ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, വേറെ രണ്ടും കൂടി ഉണ്ട്. എന്താണ് ഇതെന്താണ് സാധനം? ഓക്കെ, മേ ബി ഇത് കളറിൻ്റെ ഒപ്പം വന്നതായിരിക്കും. മേ ബി ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നോക്കിയേക്കാം. ഓക്കെ, ഇതാരാന്നറിയോ ഗൈസ്? എൻ്റെ പിങ്കി മോള. സേ ഹായ് പിങ്കി. ഹായ് ഗൈസ്. പിങ്കി ഹായ് പറഞ്ഞിട്ടുണ്ട്. പിങ്കി മാത്രമല്ല, എനിക്ക് ഇവിടെ കുറേ വേറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്താലോ പിങ്കി? നോക്കട്ടെ എന്തായാലും. ഞാൻ ഭയങ്കര എക്സൈറ്റഡിലാണ് ഇത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ.
ഈ കളർ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഓട്ടോമാറ്റിക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ യാ, ഇറ്റ്സ് സോ ഗുഡ്. സി, കണ്ടോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അല്ല പിങ്കി, കൊള്ളാം കൊള്ളാം, പക്ഷെ മുടിവാദം നോക്കിക്കോ. അത് യൂസ് ചെയ്ത് നോക്കിയാലോ? ഞാനും ഓക്കെ, ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമുക്കിത് യൂസ് ചെയ്യാം. സോ ഇതിൽ 3 മോഡ്സ് ആണ് വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് 160, 180 ആൻഡ് 200 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഏതെങ്കിലും, ഞാൻ 160 ഇടുന്നുള്ളൂ. എനിക്ക് കൂടുതൽ ഹീറ്റ് എനിക്ക് പേടിയാണ്. ഇനി മുടി ഡാമേജ് ആയ ആകെ കൂടി കുറച്ചേ ഉള്ളൂ, ഇനി അത് കൂടി പോവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. സോ ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ഹീറ്റിംഗ്. പിന്നെ ഇത് ഓൺ ബട്ടൺ, പിന്നെ ഇത് കേൾ, ഈ സൈഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് അങ്ങനെ. ഓക്കെ, നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നല്ല കളറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യാ, സോ നമുക്കത് ഓൺ ചെയ്യാം. ഞാൻ 160 ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഹീറ്റ് അപ്പ്. വീഡിയോസൊക്കെ കാണുമ്പോൾ ട്രൈ ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. നോക്കട്ടെ എന്തായാലും വർക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. നോക്കാം. കുറച്ച് സെക്ഷനായിട്ട് ഹെയർ എടുക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് വെച്ച് നോക്കാം. ഇതിന്റെ ഈ ഒരു എന്റെ ഗ്യാപ്പ് ചേച്ചിനെ അതിന്റെ കാത്തോളേ. ഉള്ളിലാണ് വെക്കുന്നത്. ഈശ്വരാ, കുടുങ്ങൂ കുടുങ്ങൂ യെസ് ഗൈസ്, കുടുങ്ങിടാ. സെറ്റ് See? സെറ്റ് സെറ്റ് സെറ്റ്. ഇനി ഇനി സ്റ്റോപ്പ് ചെയ്യാം. എന്തൊക്കെ കാണണം ദൈവമേ. എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ എടുക്കാം. Wow, it's so nice. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിവേ, നമുക്ക് നെക്സ്റ്റും കൂടി ഒന്ന് എടുത്തു നോക്കാം എങ്ങനെയാണുള്ളത്. സോ ജസ്റ്റ് ഹെയർ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സെക്ഷനായിട്ട് ചെയ്യാൻ നോക്കണേ നിങ്ങൾ. ഇത് കുറേ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ അത് ശരിയാവത്തില്ല. സോ യാ, ഓക്കെ, ഇറ്റ്സ് നൈസ്. നമുക്കത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഈ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മളത് എടുക്കേണ്ടതിൻ്റെ ഉള്ളിൽ. നമുക്ക് wow, it's so nice. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. wow, see, ഭയങ്കര ബൗൺസിങ് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ നൈസ്. ഇനി പാർട്ടി പിന്നെ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് പോവാം. ഹോ, തുടങ്ങി അവളുടെ എനിക്ക് ഭയങ്കര പട്ടി ഷോ. ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇനി ഈസി എന്ത് ആണേ. കാണണല്ലോ ദൈവമേ. എൻ്റെ കയ്യിൽ വേറൊരു കളർ ഉണ്ട്, പക്ഷെ അത് ഓട്ടോമാറ്റിക് അല്ല, ഇതുപോലെയല്ല, നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. സോ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. മേ ബി അത് ചെയ്യാൻ ഇഷ്ടമുള്ള, അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്റ്റൈൽ ചെയ്യാൻ തോന്നുന്നു. പക്ഷേ എനിക്കത് വർക്കിംഗ് അല്ല. സോ അതുകൊണ്ടാണ് ഞാനിത് ഓപ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നല്ല ഡിസിഷനായെന്ന്. ഞാൻ ആക്ച്വലി ഡൈസൺ മേടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഡൈസണിൻ്റെ എന്താ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുറേ പേർക്ക് വർക്കാവുന്നില്ല. കുറേ പേർക്ക് അത് ചെയ്യാൻ അറിയാനായിട്ടായിരിക്കും. സോ അതിന് ആക്ച്വലി ഇവിടെ വരുന്നത് ഒരു 450-500 pounds വരുന്നുണ്ട്. നാട്ടിൽ ഏകദേശം ഒരു 50-55-60,000 rupees വരുന്നുണ്ട്. അപ്പം അതിന് ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു പേടി, ഇനി അത് വർക്കായില്ലെങ്കിൽ അത്രയും പൈസ പോയില്ലേ എന്നുള്ളത്. പക്ഷേ ഇത് ഞാനിപ്പോൾ മേടിച്ചത് 30 pounds. സോ ലൈക്ക് നാട്ടിലൊരു 3,000-3,500 റേഞ്ച്. കുഴപ്പമില്ല. എന്തായാലും ഇത് വർക്കാവുന്നുണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭംഗിയുണ്ടോ? ഓക്കെ, സോ ഗൈസ്, എനിക്കിത് എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. സോ ഞാൻ നെക്സ്റ്റ് ടൈം
എവിടെയെങ്കിലും പോകുമ്പോൾ അത് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെച്ച് ആദ്യം ഞാൻ സെറ്റിംഗ് സ്പ്രേ ഇല്ലാണ്ട് ചെയ്യാം, നോക്കട്ടെ എത്ര നേരം അത് നിൽക്കുന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ നോക്കട്ടെ ഇത് എത്ര ടൈം നിൽക്കുന്നുള്ളത്. സോ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിൽ ഇത് അടിപൊളിയാണ്. ലൈക്ക് നൈസ് കേൾസും കിട്ടും, ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ടാഗ് ചെയ്യാം. സോ വേണ്ടവർക്ക് മേടിക്കാം. ആക്ച്വലി എനിക്ക് നാട്ടിൽ ഇതിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാനിപ്പോൾ UK നിന്നാണ് മേടിച്ചത്. സോ യാ എനിവേ ഈ ഓട്ടോമാറ്റിക് വൺ മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. സോ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാനത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടും ഇൻസ്റ്റയിൽ. സോ കാണാം. ഞാൻ എന്തായാലും റിവ്യൂ ഇടും കേട്ടോ, മറക്കില്ല. ഓക്കെ ഗൈസ്, ബൈ. സേ ബൈ പിങ്കി. സേ ഓക്കെ ബൈ. ഗൈസ്, അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ ബൈ.